വെള്ളമില്ല എന്നൊന്നും വിചാരിച്ചുള്ളരുത്. ഇവിടെ വന്നോ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കേട്ടോ. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും എടുക്കാതെ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എരപ്പ് ഓലിരിവ് എന്ന് പറയുന്ന വാട്ടർഫാൾസ്. ഇത് എവിടാന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ ആർച്ചിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ കാണുന്ന കെട്ടിടം എക്കോ ടൂറിസം പദ്ധതിയുടെ ഒരു കെട്ടിടമാണ്. പണിഞ്ഞുകൊണ്ടിരിക്കുക. അതാ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് കൊണ്ട് കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ കൈവിരി ഒന്നുമില്ല. കൈവിരി ഇല്ലാത്തതുകൊണ്ട് ഈ പണ്ടൊക്കെ ഈ പാറ പിടിച്ചൊക്കെ കയറിപ്പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കൈവിരിയും ഈ സ്റ്റെപ്പും കിട്ടിയോണ്ട് നമുക്ക് സുഖമായിട്ട് മുകളിലോട്ട് പോകാം. വെള്ളം അത്യാവശ്യത്തിനുണ്ട് കേട്ടോ. പക്ഷെ മുകളിലാണ് കാണേണ്ടത്. പാലരുവി ഇല്ലേ, പാലരുവിയെ പോലെ തന്നെ നമുക്ക് സാമ്യം തോന്നുന്ന ഒരു വെള്ളച്ചാട്ടം കേട്ടോ. നോക്കി എൻ്റെ പൊന്നും, അടിപൊളിയല്ലേ. ഈ ഓലിരിവ് വാട്ടർഫാൾസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 തട്ടായിട്ടാ വെള്ളം വീഴും. ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് ഒന്നും എടുക്കാതെ എത്ര സമയം വേണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാം. പക്ഷെ എക്കോ ടൂറിസം ആയി കഴിഞ്ഞാൽ അത് നടക്കൂല മക്കളെ, നടക്കൂല. ഈ വെള്ളച്ചാട്ടത്തിന് പൊതുവെ 2 പേര് പറയാറുണ്ട്. ഒന്ന് ഓലിരിവ് വെള്ളച്ചാട്ടവും ഒന്ന് എരപ്പ് വെള്ളച്ചാട്ടവും. ഈ എരപ്പ് എന്ന് പറയാൻ കാരണം ഈ വെള്ളത്തിലെ സൗണ്ടാണ്. ഈ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കാരണമാണ് ഈ എരപ്പ് എന്ന് പേര് വന്നത്. പിന്നെ ഓലിരിവ് എന്ന് പറഞ്ഞാൽ നോർമലി ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് ഓലിരിവ് വെള്ളച്ചാട്ടം. ഓലിരിവ് വെള്ളച്ചാട്ടത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുനലൂര് അഞ്ചല് ആ വഴി വരുവാണെങ്കിൽ നിങ്ങൾ മാവളന്ന് വലത്തോട്ട് തിരിയുക. പുനലൂന്ന് വരുവാണെങ്കിൽ മാവളന്ന് ഇടത്തോട്ട് തിരിയുക. നേരെ വന്നാൽ മതി. ആർച്ചിൽ ഗുരുവന്തരം ഉണ്ട്. അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഒരു പാലമുണ്ട്. പാലത്തിന്റെ അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ മതി. അപ്പൊ നേരെ ഇവിടെ എത്തിച്ചേരാം. കുളുത്തുപ്പുഴ സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ ഏരൂര് വഴി വിളക്കോറ പോകുന്ന റോഡുണ്ട്. അവിടെ ഐലറ ഗുരുവന്തരം ഉണ്ട്. ആ ഗുരുവന്തരത്തിന് പോകണ്ട. അതിപ്പുറം തന്നെ ഒരു കലങ്ങുണ്ട്. ആ കലങ്ങിന്റെ ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ വന്ന ആർച്ചിൽ ഗുരുവന്തരം പോകുന്ന റോഡാണ്. അപ്പൊ ആ വഴി വന്നാൽ നിങ്ങൾക്ക് ഈ വെള്ളച്ചാട്ടത്തിനോട് എത്തിച്ചേരാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.